സോഷ്യൽ മീഡിയ ആരാധകരുടെ രോഷം കൊണ്ട് കത്തി നിൽക്കുകയാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 5 ട്രാൻസ്ഫർ നീക്കങ്ങളാണ് ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കിയിട്ടുള്ളത്. അടുത്ത കാലത്തെങ്ങും ക്ലബ് ഇത്ര ബിസി ആയിട്ട് നിന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ 5 നീക്കങ്ങൾ വിദേശ താരങ്ങളായിട്ടുള്ള കോൾദോ ഒബിയേറ്റയും ദുസാൻ ലഗേറ്റോടും ക്ലബ്ബ് വിട്ടുപോയത് നമ്മളെ അത്ഭുതപ്പെടുത്താത്ത കാര്യമാണ്. എന്നാൽ ഏറെക്കുറെ ഇന്ത്യൻ താരങ്ങളെ വെച്ചിട്ടാണ് നമ്മൾ ISL കളിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും യുവതാരങ്ങളായിട്ടുള്ള ഐമനും അസറും ക്ലബ്ബ് വിട്ടത് അതിന്റെ പിന്നിലെ ലോജിക്ക് എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും ആർക്കും തന്നെ മനസ്സിലാകുന്നില്ല. കോച്ച് ഡേവിഡ് കാറ്റാലയുടെ പ്ലാനിൽ ട്വിൻ ബ്രദേഴ്സ് ഇല്ല എന്നൊരു കാരണം പറയുന്നുണ്ട്. അതിനു പുറമെ കോച്ച് തോമസ് ടോഷിന്റെ ഇൻഫ്ലുവൻസിൽ താരങ്ങൾ അങ്ങോട്ട് പോയതാണെന്നും പറയുന്നുണ്ട്. മറ്റൊരു കേസ്, താരങ്ങളുടെ ഏജന്റ് ഇതുവരെ അവരുടെ ഫാമിലി ആയിരുന്നു. അതായത് ഫാമിലിയിലെ ആരൊക്കെയാണ് അവരെ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവർ പ്രൊഫഷണൽ ആയിട്ട് ഏജന്റിനെ വെച്ചപ്പം ഏജന്റ് അതിന്റെ പണിയെടുത്തതാണെന്നും പറയുന്നുണ്ട്. അവർ ക്ലബ്ബ് വിട്ടതിന്റെ കാരണം എന്ത് തന്നെ ആയാലും ട്വിൻ ബ്രദേഴ്സ് ക്ലബ്ബ് വിട്ടതിൽ ആരാധകർ കലിപ്പിലും നിരാശയിലുമാണ്. എന്നാൽ പരിചയസമ്പന്നനായ റോൺ ബോജസിനെ കൊണ്ടുവന്ന് പെട്ടെന്നുണ്ടായ ആരാധകരോഷത്തെ ചെറുതായിട്ടൊന്ന് തടുക്കാൻ ക്ലബിന് കഴിഞ്ഞിട്ടുണ്ട്. ISL വേണ്ടുവോളം എക്സ്പീരിയൻസ് ഉള്ള റോളിന്റെ എൻട്രി നമുക്ക് മധ്യനിരയിൽ പുതിയൊരു നായകനെ സമ്മാനിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ 3 ആഴ്ച കഴിയുമ്പോഴേക്കും ISL തുടങ്ങാനിരിക്കുകയാണ്. ഫസ്റ്റ് മാച്ച് കളിക്കേണ്ട നമ്മളാണെങ്കിൽ ട്രെയിനിങ് പോലും തുടങ്ങിയിട്ടില്ല. നമ്മുടെ എതിരാളികളാണെങ്കിൽ അവിടെ ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിച്ച് അവരുടെ ജൂനിയർ ടീമിനെയൊക്കെ അടിച്ച് നിലംപരിശാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ സീസണിൽ കണ്ടറിയണം നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്.